പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടകനായ വേദിയിൽ വന്ദേമാതരം കോൺഗ്രസ് പുനഃസ്ഥാപന ദിനാഘോഷ വേദിയിലാണ് സംഭവം. വന്ദേമാതരത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. വിനേഷ്, സാധാരണ സർക്കാർ പരിപാടികളിൽ, പ്രത്യേകിച്ച് ഗവർണർ പങ്കെടുത്ത പരിപാടികളിലാണ് കേരളത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ പോലും വന്ദേമാതരം പാടിയത്. ഇതെന്താണ് കോൺഗ്രസിന്റെ പരിപാടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം? ആരെങ്കിലും എതിർപ്പ് അറിയിച്ചോ? ഗോകുൽ, അല്പസമയം മുമ്പാണ് കോൺഗ്രസ് എസിന്റെ പരിപാടി തിരുവനന്തപുരത്ത് നടന്നത്. ഇവിടെയാണ് ഈ വന്ദേ മാതരത്തോടു കൂടി പരിപാടി ആരംഭിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കടന്നപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കളുള്ള വേദിയിലാണ് വന്ദേ മാതരത്തോടു കൂടി പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദമുണ്ട്. കാരണം നിയമസഭയിൽ വന്ദേ മാതരം ചൊല്ലി ആയിരുന്നു തുടക്കം എന്നുള്ളതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു LDFും അതുപോലെ തന്നെ CPIയും. എന്നാൽ ഇത് സർക്കാർ പരിപാടി അല്ലാഞ്ഞിട്ട് പോലും ഒരു LDF ഘടകകക്ഷിയുടെ ഒരു പരിപാടിയിൽ, അതും പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ വന്ദേ മാതരം ചൊല്ലിക്കൊണ്ട് ഇത് ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMും അതുപോലെ തന്നെ LDFും വലിയ ആരോപണങ്ങൾ UDFിനെതിരെ തിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ പങ്കെടുത്ത പരിപാടിയിൽ ഇത്തരത്തിൽ വന്ദേ മാതരത്തോടു കൂടി പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. ശരി, ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. കോൺഗ്രസ് എസിന്റെ പരിപാടിയിലാണ് അത്. മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ തന്നെയാണ് ഈ വന്ദേമാതരം ആലപിച്ചത്. സഭയ്ക്കകത്ത് വന്ദേമാതരം പാടിയതിനും ഒപ്പം UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം പാടിയതിനൊക്കെ എതിരെ LDF നേതാക്കളും CPM നേതാക്കളും വലിയ വിമർശനം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഘടകകക്ഷി പാർട്ടിയുടെ ഒരു പരിപാടിയിൽ തന്നെ വന്ദേമാതരം പാടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.